കാതലിക്ക നേരമില്ലേ, ഒന്നിനും നേരമില്ലേ. അങ്ങനെ നേരമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എടുത്തിരിക്കുന്ന ഈ കാതലിക്ക നേരമില്ലേ എന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ആവുക. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാനൊരു 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടതെന്ന് ആവശ്യമില്ല, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകം എങ്ങനെയൊക്കെയാണ് അവസാനിക്കുക എന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? പറയാമോ? ലോകം എങ്ങനെയൊക്കെ അവസാനിക്കും എന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിങ്ങൾ കേട്ട കാര്യങ്ങളൊന്ന് കമൻറ്റിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. കാരണം ഞാൻ കേട്ടതിൽ നിന്ന് വിചിത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമി കുലുങ്ങി അങ്ങനെ ലോകം അവസാനിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായി, അതായത് വെള്ളപ്പൊക്കം ഉണ്ടായി ഭൂമി ലോകം അവസാനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ സൂര്യൻ വല്ലാതെ ചൂട് കൂടി ആഗോളതാപനം ഉണ്ടായി ലോകം അവസാനിക്കും. അല്ലെങ്കിൽ ആകാശത്തുനിന്ന് വലിയ ഉൽക്കയൊക്കെ ഭൂമിയിലേക്ക് പതിച്ച് ലോകം അവസാനിക്കും. ഉരുൾപൊട്ടൽ, അതേപോലെ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ വലിയ രീതിയിലുണ്ടായി. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കേൾക്കൽ മാത്രമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ലോകം ഇപ്പോഴും അതേപോലെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഭൂമി കുലുക്കം, അതുപോലെ കാര്യങ്ങൾ, വെള്ളപ്പൊക്കം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ലോകം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ അവസാനിക്കുകയാണെങ്കിൽ ഇതിലേത് രീതിയിലാണ് ഉണ്ടാവുക എന്നറിയില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സിനിമയിൽ പോലെയാണ് ആളുകൾ ചിന്തിക്കുന്നതെങ്കിൽ ലോകം എന്തായാലും അവസാനിക്കും. കാരണം ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്. അടുത്ത 2ാമത്തെ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളൊരു ദൈവവിശ്വാസി ആണെങ്കിൽ, ദൈവവിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികൾ ക്ഷമിക്കുക, ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, ദൈവവിശ്വാസികളോടാണ് ചോദിക്കുന്നത്. ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യമേറിയ സ്ഥാപനം ഏതാണ്? അറിയാമോ? ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. നിങ്ങൾക്ക് സ്ഥാപനം എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ദൈവത്തിൻ്റെ ഏറ്റവും മൂല്യമേറിയ മേക്കിംഗ് ഏതാണ്? മേക്കിംഗ് പറയാമോ? സ്ഥാപനത്തിന് തുല്യമാണത് ആ മേക്കിംഗ്. ഇനി നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയുകയാണ് കേട്ടോ. ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയ, ഏറ്റവും ഉരുക്ക് പോലത്തെ സ്ഥാപനം എന്ന് പറയുന്നത് നല്ലൊരു കുടുംബമാണ്. കുടുംബമാണ് ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ലോകത്തെ ഏറ്റവും വലിയ മേക്കിംഗ്. ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ സത്യം. ഞാൻ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല, കാറ്റഗിസം ക്ലാസ്സിൽ ഞാൻ കേട്ടത്, അതേപോലെ ഞാൻ പഠിപ്പിച്ചതൊക്കെ ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്ഥാപനം കുടുംബം എന്ന ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നിന്നുണ്ടാകുന്ന മക്കൾ, അതുപോലെ അതിലെ അച്ഛനമ്മമാരുടെ സ്നേഹം, അവരുടെ ആ പാരമ്പര്യം, അതിൽ നിന്നുണ്ടാകുന്ന നല്ല ജനറേഷൻ, അതിൽ നിന്നുണ്ടാകുന്ന നല്ല സമൂഹം, അതിൽ നിന്നുണ്ടാകുന്ന ജനപ്രതിനിധികൾ, അതിൽ നിന്നുണ്ടാകുന്ന ഗവൺമെൻറ്, ഇങ്ങനെയാണ് ദൈവം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മേക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാന പോയിൻ്റ് ഏതാണ്? നല്ല കുടുംബം അല്ലേ? ഇതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സത്യം ഇതാണ്: കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും ഉരുക്ക് പോലത്തെ സ്ഥാപനം.
ഈ സ്ഥാപനം ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ്, അതിൽ നിന്നാണ് മാനുഷികമായ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. ഇനി മോശമായ കുടുംബങ്ങളുണ്ട്, തല്ലിപ്പൊളി കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ ഒരുപക്ഷെ മോശമായ രീതിയിൽ, അതാണ് സമൂഹത്തിൽ പല രീതിയിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, തിന്മകൾ ഉണ്ടാകുന്നത്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ദൈവം വളരെയധികം പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും സൃഷ്ടിച്ചത് കുടുംബമാണ്. ഞാനിത് എന്തുകൊണ്ടാണ് ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചു എന്നറിയോ? ഈ 2 ചോദ്യങ്ങൾക്കും വിപരീതമായിട്ടാണ് ഈ ഒരു കാതലിക്ക നേരമില്ലേ എന്ന സിനിമ ഉള്ളത്. എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായില്ല. ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് റൈറ്റർ കൃതികയാണ്, കൃതിക ഉദയനിധി. കക്ഷിക്ക് ഒന്ന് അവരുടെ സ്വന്തം ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ഒരു കഥ എഴുതിയതാകാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കണ്ട അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ലോകത്ത് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വഴി മറ്റാരിൽ നിന്നെങ്കിലോ ഉള്ള ഇൻസ്പിരേഷൻ വഴി എഴുതിയ കഥയാകാം. ആ ഒരു ചിന്ത തന്നെ എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. അതുകൊണ്ട് ഈ സിനിമ ആദ്യം മുതൽ കണ്ടുപോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇൻ്റർവെല്ല് വരെ ഞാൻ സഹിച്ചു, നല്ലപോലെ സഹിച്ചു. ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ പുറത്തുള്ളവർ എന്നോട് ചോദിച്ചു പടം എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട് എന്ന്. ഇതുവരെ ആകെ തല്ലിപ്പൊളിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ തെറ്റാണ് എന്ന് അവർ കാണിച്ച്, ഒരു മാതൃക കാണിച്ച് സിനിമ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സിനിമ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുണപാഠ സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റും, നല്ലതാണെന്ന് പറയാം. പക്ഷേ സിനിമ അവസാനം വരെ എത്തിയിട്ടും ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് കുടുംബത്തിൻ്റെ ആ മഹത്വം ഈ സിനിമയിൽ പറയുന്നില്ല. അതാണ് സത്യം. കാരണം ലിവിങ് ടുഗദർ, മാരേജ് ഒന്നും വേണ്ട, ലിവിങ് ടുഗദർ മതി. അതേപോലെ ഗേയ്സ് മാരേജ്, ആണും ആണും കല്യാണം, പെണ്ണും പെണ്ണും കല്യാണം, ഇതൊക്കെ വളരെ കൂളായിട്ട് ആണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ കാണിക്കാൻ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളും സംഭവിക്കുന്നത് കൊണ്ട് കാണിച്ചു എന്ന് പറയാമെങ്കിലും ഏതാണ് യാഥാർത്ഥ്യം എന്ന് ഈ സിനിമയിൽ പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പടം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഇതിലെ ആണും പെണ്ണും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണമൊന്നും വേണ്ട, കുട്ടികളും വേണ്ട എന്ന രീതിയിലാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ഇടയിൽ വെച്ചിട്ട് കുട്ടികൾ വേണം എന്നൊരു ചെറിയ കുട്ടീനെയൊക്കെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിങ്ങനെ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ബൊമ്മ പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തോന്നിയിട്ട് കുട്ടീനെ വേണം എന്ന് പെണ്ണിനൊക്കെ തോന്നുന്നു. അപ്പോഴും കല്യാണം വേണ്ട, ആണും വേണ്ട. എന്നിട്ട് എവൻ്റെയോ സ്പേം ഫ്രീസ് ചെയ്ത് വെച്ചതിനെ എടുത്ത് ബീജം എടുത്ത് കുട്ടിയാക്കി, അത് ആരെന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി വേണം എന്നുള്ളതിന് ഒരു കുട്ടീനെ അങ്ങോട്ട് പ്രഗ്നൻ്റ് ആകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പോകുന്നുണ്ട്. സ്നേഹത്തിനൊന്നും പ്രാധാന്യമില്ല, യാന്ത്രികമായിട്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഒലക്കേത്തൊരു പടം. ഇതാണ് സത്യം. ഒരു ഒലക്കട മൂട് പോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വാസ്തവമല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പേഴ്സണലായിട്ട് ഈ സിനിമ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവിൻ്റെ കോമഡിയൊക്കെ രസമുണ്ട് കേട്ടോ. ആൾ കുറേ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു ടൈമിൽ പറയുന്നുണ്ട് ഇവൻ്റെ അടുത്തേക്ക്, ഹീറോയുടെ അടുത്തേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ ആ പെണ്ണിനെ കൊണ്ടുവരാൻ കാരണം നിങ്ങൾ തമ്മിൽ സ്പാർക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊടുന്നത്, പക്ഷേ ഇങ്ക വന്ന് പാത്ത 2 പക്കവും സ്പാർക്കാകുതെന്ന് പറയും. അത് ഈ സിനിമയുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അത് കണ്ടപ്പോൾ ഞാൻ കുറേ ചിരിച്ചു. കാരണം 2 പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കോമഡി ഉണ്ട്. ഓക്കെ. പിന്നെ വിനയ് റായ് ഐഡൻറ്റിറ്റിയിലെ സിനിമയിൽ, ഇപ്പോൾ മലയാള സിനിമ വന്നല്ലോ, അതിലെ വില്ലനായ വിനയ് റോയ് ഇതിലുണ്ട്. കക്ഷിയുടെ വേഷം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞതിലെ ഒരു വേഷമാണ്. അത് സിനിമ കാണുന്നവർക്കറിയാം, ഞാൻ പറയുന്നില്ല. അവസാനം പുള്ളിക്ക് കല്യാണം ആവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊക്കെ നോക്കുക നിങ്ങൾ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുടുംബത്തിന് മഹത്വം കണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അതല്ലാതെ മാറി ചിന്തിക്കുന്നവരുടെ സ്വാതന്ത്ര്യം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടും പിന്നെ ഈ സിനിമ മൊത്തം ലാഗാണ്. ആദ്യം മുതൽ അവസാനം വരെ വലിച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് പെട്ടെന്ന് അവസാനം ആകുമ്പോൾ ഇങ്ങനെ വിട്ടാൽ എന്ത് സംഭവിക്കും? ടപ്പെന്ന് ഇങ്ങനെ പോയിട്ട് നിൽക്കില്ലേ? അതുപോലെ നിന്നു പടം.
അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് AR റഹ്മാനാണ് മ്യൂസിക് എന്ന് ഞാൻ മനസ്സിലാക്കി. AR റഹ്മാനെ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മ്യൂസിക്കിനൊന്നും വലിയ പ്രാധാന്യം ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനെ AR റഹ്മാൻ്റെ പതിവ് മ്യൂസിക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ മ്യൂസിക് ഇല്ല. ഇപ്പോൾ പാട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും വലിയ ഒരു ഗുമ്മുള്ള ഒരു മ്യൂസിക് പാട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിലെ ഹീറോയിൻ നിത്യ മേനോൻ ആൻഡ് ഹീറോ ജയം രവി. ഞാൻ ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുകൾ, ഇങ്ങനത്തെ സിനിമയൊക്കെ സെലക്ട് ചെയ്യുള്ളൂ. വിവരമുള്ളവരൊന്നും ഇങ്ങനത്തെ ക്യാരക്ടറുകൾ സെലക്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകൾ ഓടാൻ സംശയമാണ്. ഇനി ഓടിയ ഭാഗ്യം, ഓടാൻ സംശയമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജ് പോകും എന്ന് ചിന്തിച്ചിട്ട് ആരും തന്നെ ഇത്തരം ക്യാരക്ടറുകൾ എടുക്കില്ല എന്ന് വേണം പറയാൻ. ജയം രവിയുടെ പേര് ഇനി മുതൽ രവി മോഹൻ എന്നാണെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്, രവി മോഹൻ ആക്കിയിരിക്കുകയാണ് റിയലായിട്ടും. കാരണം കുറേ പേര് തങ്ങളുടെ പേരുകൾ മാറ്റാറുണ്ടല്ലോ സിനിമയിൽ പ്രശസ്തരാകാൻ വേണ്ടിയിട്ട്. പേര് മാറ്റിക്കഴിഞ്ഞാൽ അതുപോലെയാണ് അദ്ദേഹം ആക്കിയിരിക്കുന്നത്. പക്ഷേ ജയം രവി ഒരു കാര്യം ചിന്തിക്കണം, പേര് മാറ്റിയത് കൊണ്ടൊന്നും കാര്യമില്ല. ഇതുപോലത്തെ കഥ കിട്ടിയാൽ അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല കഥകൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മേലേക്ക് വന്നോളും. അതേ എനിക്ക് പറയാനുള്ളൂ.